ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ആൻഡ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം പറയാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ക്വസ്റ്റ്യൻ ഇവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്, അല്ലേ? എം ക്യൂബ് എം സ്ക്വയർ ഈ ഓർഡർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ വരെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Show that a group with no proper non-trivial subgroups is cyclic. അന്നേരം ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ആൻഡ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്താണ്, സൈക്ലിക് ഗ്രൂപ്പ് എന്താണ് എന്നറിയാതെ ഈ വീഡിയോ കണ്ടിട്ട് പ്രയോജനമില്ല എന്നുള്ളത് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. അന്നേരം അത് ഓൾറെഡി ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്, ഷോ ദാറ്റ് എ ഗ്രൂപ്പ് വിത്ത് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഈസ് സൈക്ലിക്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രൂപ്പ് ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഒന്നും തന്നെ ഇല്ല. ആകെയുള്ളത് ഇംപ്രോപ്പറും ട്രിവിയലും മാത്രമാണ്. ഇംപ്രോപ്പറും ട്രിവിയലും മാത്രമേ സബ് ഗ്രൂപ്പായിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ ഗ്രൂപ്പ് മസ്റ്റായിട്ടും സൈക്ലിക് ആയിരിക്കും. ഇതാണ് ചോദ്യം പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത് രണ്ട് കേസായിട്ടാണ്. അതായത് ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, അതിന് പ്രോപ്പറായിട്ടും ഇംപ്രോപ്പറായിട്ടും ട്രിവിയലായിട്ടും മാത്രമേ സബ് ഗ്രൂപ്പ്സ് ഉള്ളൂ. ഓക്കെ, അതായത് പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇല്ല. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്രൂപ്പ് സൈക്ലിക് എന്ന് തെളിയിക്കണം. രണ്ട് കേസായിട്ടാണ് നമ്മൾ തെളിയിക്കുന്നത്. ഫസ്റ്റ് വൺ, ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളെന്ന് വിചാരിക്കും. ഐഡൻറ്റിറ്റി മാത്രമുള്ളൊരു ഗ്രൂപ്പാണ് ജി എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിലും ജി സൈക്ലിക് ആണെന്ന് നമ്മൾ തെളിയിക്കുന്നു. ഇനി ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻ്റ് കൂടി ഉണ്ട്, അങ്ങനെയുള്ള ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്ന് ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അത് ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ. ഐഡൻറ്റിറ്റി മാത്രമുള്ള ഏതൊരു സെറ്റ് എടുത്താലും അത് ഗ്രൂപ്പാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് എടുത്ത് ഞാൻ അത് മസ്റ്റായിട്ടും സൈക്ലിക് ആയിരിക്കും. ഇനി ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻ്റ് കൂടി ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്, സൈക്ലിക് ആണ് എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. നമുക്കുള്ള കണ്ടീഷൻ മനസ്സിലാക്കിക്കോണം. ഇതിന് പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇല്ലാത്ത രണ്ട് ഗ്രൂപ്പുകളാണ് നമ്മൾ ഈ എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ അസംഷൻ. ഓക്കെ, ജി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാത്രം, ഇനി ഐഡൻറ്റിറ്റി അല്ലാത്ത ഒരു ഗ്രൂപ്പ്, ഐഡൻറ്റിറ്റി മാത്രമല്ല എലമെൻ്റായിട്ട് വരുന്നത്, വേറെയും എലമെൻറ്റുകളുണ്ട്, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ്. ഓക്കെ, ഈ രണ്ട് ഗ്രൂപ്പിനും കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ എന്തില്ല, ആ ഗ്രൂപ്പുകൾക്ക് രണ്ടും പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, അത് വെച്ചിട്ട് ഈ രണ്ട് കേസ് എടുത്തു കഴിഞ്ഞാലും, ഇങ്ങനെ രണ്ട് കേസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്തും തെളിയിക്കുന്നു, ഗ്രൂപ്പ് സൈക്ലിക് തന്നെയാണ് എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈ എക്സാമ്പിൾ നോക്കാം. U1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ കേസിലൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. സെറ്റ് 1 മാത്രമാണ് വരുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അന്നേരം ഐഡൻറ്റിറ്റി മാത്രമുള്ളൊരു ഗ്രൂപ്പാണിത്. കണ്ട, ഐഡൻറ്റിറ്റി മാത്രമുള്ളൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ടും സൈക്ലിക് ആണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ പ്രൂഫിന് തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സാമ്പിളാണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അന്നേരം ആദ്യം നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളുടെ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ആ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കാം. ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, 1 ഐഡൻറ്റിറ്റിയാണ്. 1 ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിൽ ആകെ ഐഡൻറ്റിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് ഏത് ഗ്രൂപ്പ് എടുത്താലും. ഓക്കെ, ഏത് ഗ്രൂപ്പ് എടുത്താലും ഐഡൻറ്റിറ്റി കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാര്യം 1 ആണല്ലോ ഐഡൻറ്റിറ്റി. അന്നേരം 1 അതാണ് ഡെഫിനിഷൻ പറയുന്നത്, 1 സച്ച് ദാറ്റ് n belongs to Z ആണ്. അന്നേരം 1 ഏത് നമ്പർ എടുത്താലും 1 മാത്രമേ വരൂ. ഓക്കെ, അന്നേരം ഐഡൻറ്റിറ്റി കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് 1 മാത്രമാണ്. 1 എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ജനറേറ്ററാണ്. ഓക്കെ, 1 ജനറേറ്റർ എന്ന് പറയുന്ന കാര്യം എന്താണ്, ഒരു എലമെൻറ്റ്, ഗ്രൂപ്പിൽ ഒരു എലമെൻറ്റ് എടുത്ത് സൈക്ലിക് സബ് ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിനെ ജനറേറ്റർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് ആ ഹോൾ ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റും ആ സബ് ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഗ്രൂപ്പിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ 1, അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. അതായത് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റും ഉണ്ടാവും അതിനർത്ഥം. സോ 1 എന്താണ്, ജനറേറ്ററാണ്.
അതുകൊണ്ട് തന്നെ U1 എന്ന് പറയുന്നത് എന്താണ്, സൈക്ലിക്കാണ്. ജനറേറ്റർ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സൈക്ലിക്കായി. അന്നേരം ഐഡൻറ്റിറ്റി മാത്രമുള്ള ഗ്രൂപ്പ് വളരെ വ്യക്തമാണ് അത് സൈക്ലിക്കാണെന്നുള്ളത്. ഓക്കെ, കാര്യം ഐഡൻറ്റി ഒരു എലമെൻറ്റേ ഉള്ളൂ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് ആ എലമെൻറ്റ് കൊണ്ട് എന്തായാലും ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടും, ഗ്രൂപ്പിൽ എലമെൻറ്റ്. സോ ക്ലിയർലി ദ ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. ഓക്കെ, എന്നാൽ ഐഡൻറ്റിറ്റി മാത്രമുള്ള ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ടും സൈക്ലിക് ആയിരിക്കും. ഓക്കെ, അവിടെ പിന്നെ വേറെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും നോക്കിയത് തന്നെ വേണ്ട, സൈക്ലിക്കാണ്, ക്ലിയർ ആണ്. ഇനി മറ്റൊരു ഗ്രൂപ്പ് എടുക്കുന്നു, ഐഡൻറ്റിറ്റി മാത്രമല്ല ഉള്ളത്, വേറെയും എലമെൻറ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് U2. 1 - 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ്. 1 ആണ് ഐഡൻറ്റിറ്റി നമുക്കറിയാം. നമുക്ക് ഇതിലെ ഓരോ എലമെൻറ്റ് ഉപയോഗിച്ചും സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കാം. സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 ബ്രാക്കറ്റ് 1. ഡെഫിനിഷൻ അനുസരിച്ച് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1 such that n belongs to ആകെ 1 മാത്രമേ വരൂ. ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് 1 any number 1 ആണ്. ഓക്കെ, 1 മാത്രമുള്ള സബ് ഗ്രൂപ്പാണ്. സോ ഐഡൻറ്റിറ്റി മാത്രമുള്ള സബ് ഗ്രൂപ്പാണ്, അതിനാണ് ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി -1 അടുത്ത എലമെൻറ്റ് -1 ആണല്ലോ, ബ്രാക്കറ്റ് -1. ഡെഫിനിഷൻ -1 such that n belongs to z. -1 എന്താണ്, -1. -1 എന്താണ്, 1 ആണ്. ഇനി -1 ഏത് പവർ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും, 1 - 1 1 - 1 1 -1. ഓക്കെ, സോ ഈ രണ്ട് എലമെൻറ്റ് മാത്രമാണ് ഈ ഗ്രൂപ്പിലുള്ളത്, സബ് ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, ഈ സബ് ഗ്രൂപ്പ് എന്താണ്, നമ്മുടെ ഹോൾ ഗ്രൂപ്പ് തന്നെ. ഹോൾ ഗ്രൂപ്പിന് അന്നേരം ഏത് എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോഴാണോ ഹോൾ ഗ്രൂപ്പ് കിട്ടുന്നത്, ആ എലമെൻ്റാണ് അവിടുത്തെ ജനറേറ്റർ. സോ -1 ആണ് ഇവിടുത്തെ ജനറേറ്റർ. ഓക്കെ, അങ്ങനെ ഒരു ജനറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് കൊണ്ട് നിങ്ങൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദാറ്റ് എലമെൻറ്റ് സബ് ഗ്രൂപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഹോൾ ഗ്രൂപ്പിലുള്ള എലമെൻറ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായി, സൈക്ലിക് ഗ്രൂപ്പായി. അല്ലെങ്കിൽ ജനറേറ്റർ ഉണ്ട്, ഓക്കെ, ജനറേറ്റർ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായി, സൈക്ലിക് സബ് ഗ്രൂപ്പായി. ഇതെന്താണ്, ഒരു ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. കാര്യം ഹോൾ ഗ്രൂപ്പാണല്ലോ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1 - 1 പറഞ്ഞ ഹോൾ ഗ്രൂപ്പ് തന്നെയാണ്. അന്നേരം ഇതൊരു ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പാണ്, ഇതൊരു ട്രിവിയൽ സബ് ഗ്രൂപ്പാണ്. ഈ എക്സാമ്പിളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവിടെ ട്രിവിയലും ഉണ്ട് ഇംപ്രോപ്പറും ഉണ്ട്. അതായത് പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇവിടെ ഇല്ല. പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഈ ഗ്രൂപ്പിനില്ല. ഓക്കെ, പക്ഷേ ഇതെന്തായി, സൈക്ലിക്കായി. ഓക്കെ, അത് തന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യം, പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇല്ലാത്ത ഗ്രൂപ്പുകളെല്ലാം എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ U3 എന്ന് പറയുന്ന എക്സാമ്പിൾ എടുക്കാം. അതും ഇതുപോലെ തന്നെ 1 ഒമേഗ സ്ക്വയർ. ഓക്കെ, 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് എന്താണ്, 1 മാത്രമാണ്. ഓക്കെ, ഒമേഗ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് എന്താണ്, ഒമേഗ കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഹോൾ ഗ്രൂപ്പ് കിട്ടും, 1 ഒമേഗ സ്ക്വയർ, അത് U3 തന്നെ കിട്ടും. ഒമേഗ സ്ക്വയർ എടുത്താലും അതുപോലെ തന്നെ ആ ഹോൾ ഗ്രൂപ്പ് കിട്ടും U3. കാര്യം ഒമേഗ സ്ക്വയറും ജനറേറ്റേഴ്സ് ആണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർ ഇവിടെയും 1 എന്ന് പറയുന്നത് ട്രിവിയൽ സബ് ഗ്രൂപ്പാണ്. ഈ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ജനറേറ്റർ ആയതുകൊണ്ട് ഹോൾ ഗ്രൂപ്പ് കിട്ടും, അത് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്സുകളാണ് അതുണ്ട്. ഈ കേസിലും എന്തില്ല, പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇല്ല. പക്ഷേ ഗ്രൂപ്പ് എന്താണ്, സൈക്ലിക്കാണ്. ക്ലിയർ ആണല്ലോ. അന്നേരം എക്സാമ്പിൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിലേക്ക് വരാം, പ്രൂഫ്. അതിനാദ്യം നമ്മുടെ അസംഷൻ നമ്മൾ എഴുതുന്നു. അസംഷൻ ഇങ്ങനെയാണ്, G എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, അതിന് എന്തില്ല, പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഒന്നും തന്നെ ഇല്ല. രണ്ട് കേസാണ് എടുക്കുന്നത്. ഫസ്റ്റ് കേസ്, G എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഓക്കെ, G എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ക്ലിയർ ആയിട്ടും G എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. കാര്യം ഒരു എലമെൻ്റ് അല്ലേ ഉള്ളൂ, ആ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് E തന്നെയാണ്, അതായത് ഗ്രൂപ്പിലെ എലമെൻറ്റ് തന്നെയാണ്, ആ ഹോൾ ഗ്രൂപ്പാണ് കിട്ടുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഹോൾ ഗ്രൂപ്പ് കിട്ടിയാൽ അതാണ് ജനറേറ്റർ, അങ്ങനെയുള്ള സൈക്ലിക്കാണ്. അന്നേരം E കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് E ആണ്, അതായത് ഹോൾ ഗ്രൂപ്പാണ്, G ആണ്. സോ G എന്ന് പറയുന്നത് ക്ലിയർലി എന്താണ്, സൈക്ലിക്കാണ്. ഓക്കെ, ഇനി G എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി അല്ലെന്ന് വിചാരിക്കുകയാണ്. അത് ഐഡൻറ്റിറ്റി മാത്രമല്ല ഉള്ളത്, വേറെയും എലമെൻറ്റുകളുണ്ട്, തൊട്ടുമ്പ് U2 U3 പറഞ്ഞതുപോലെ. ഓക്കെ, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് G എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നും ഒരു എലമെൻറ്റ് എടുക്കുന്നു, A എന്ന് പറയുന്നൊരു എലമെൻറ്റ് എടുക്കുന്നു. ഓക്കെ, അത് ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻറ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി ആണെങ്കിൽ പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യം ഐഡൻറ്റിറ്റി ഉണ്ട്, ഐഡൻറ്റിറ്റി മാത്രമല്ലേ കിട്ടത്തുള്ളൂ, ഇവിടെ ചർച്ചയില്ല. നമുക്ക് സൈക്ലിക് എന്ന് കിട്ടണം. ഓക്കെ, സൈക്ലിക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി കൊണ്ട് എന്തായാലും പറ്റില്ല. കാര്യം ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻറ്റ് ഈ ഗ്രൂപ്പിലുണ്ടല്ലോ. ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻറ്റിനെയും ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്താലേ അങ്ങനെ കിട്ടുകയുള്ളൂ. കാര്യം ഐഡൻറ്റിറ്റി കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് എന്താണ്, ഐഡൻറ്റിറ്റി മാത്രമേ കിട്ടൂ. ഓക്കെ, അന്നേരം ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻറ്റ് കൂടിയുള്ള ഗ്രൂപ്പിൽ ഒരു കാരണവശാലും ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ജനറേറ്റർ ആകില്ല.
വേറെ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും ജനറേറ്ററായിട്ട് വരിക. ഓക്കെ, അതുകൊണ്ട് തന്നെ മറ്റൊരു എലമെൻറ്റ്, ഐഡൻറ്റിറ്റി അല്ലാത്ത ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എടുത്തു. ആ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ഞാനത് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അതായത് ബ്രാക്കറ്റ് എ എന്ന് പറയുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ്. അതൊരു സബ് ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇതൊരു സബ് ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ബ്രാക്കറ്റ് എ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് ബ്രാക്കറ്റ് എ നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. കാര്യം ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻറ്റാണ്. ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനകത്തൊരു സംശയം വേണ്ട. കാര്യം ഈ എലമെൻറ്റ് തന്നെ എന്തായാലും ഇതിനകത്തുണ്ടാകും. ഓക്കെ, എ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അല്ല. ഓക്കെ, അന്നേരം ഡെഫിനിഷൻ പറയുന്നത് എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡ് എന്നാണല്ലോ. എന്നിന് നിങ്ങൾ 1 കൊടുത്താൽ ആ എലമെൻറ്റ് തന്നെ കിട്ടും. ഓക്കെ, അന്നേരം ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻറ്റ് എന്തായാലും ഇവിടെ ഉണ്ടാവുകയും. ഓക്കെ, അന്നേരം ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻറ്റ് കൊണ്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ് ഗ്രൂപ്പിൽ മസ്റ്റായിട്ടും മിനിമം 2 എലമെൻറ്റ് എന്തായാലും ഉണ്ടാകും. ഒന്ന് ആ എലമെൻറ്റും മറ്റൊന്ന് ഐഡൻറ്റിറ്റി. എന്തായാലും മിനിമം 2 എലമെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ എ കൊണ്ട് ഐഡൻറ്റിറ്റി അല്ലാത്ത എ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും അവിടെ എന്താണ് കിട്ടുന്നത്? ഐഡൻറ്റിറ്റി അല്ലാത്ത വേറെയും എലമെൻറ്റുകൾ ഉണ്ടാകാം. ഒരിക്കലും ഈ മാത്രമാകില്ല എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ മാത്രമാകില്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ മസ്റ്റായിട്ടും ജി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. എന്താ കാര്യം ഈ എ എന്ന് പറയുന്ന സാധനം അങ്ങനെയെങ്കിൽ ഇപ്പം ഈ മാത്രമല്ല എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന മസ്റ്റായിട്ടും ഗ്രൂപ്പിന് തുല്യമായിരിക്കും. ജിയിലുള്ള എല്ലാ എലമെൻറ്റിനെയും ജനറേറ്റ് ചെയ്യും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിന് എന്തില്ല പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇല്ല എന്നാണ് നമ്മുടെ അസംഷൻ. പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഈ ഗ്രൂപ്പിനില്ല. ഓക്കെ, അതായത് പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ ട്രിവിയൽ സബ് ഗ്രൂപ്പും ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പും മാത്രമേ ഉള്ളൂ. ട്രിവിയൽ സബ് ഗ്രൂപ്പും ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പും മാത്രമേ ഈ ഗ്രൂപ്പിനുള്ളൂ എന്നാണ് അർത്ഥം. ഈ എ കൊണ്ട് ജനറേറ്റ് ചെയ്തപ്പോൾ, ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നത്. എ കൊണ്ട് ജനറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ സബ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി അല്ല എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ട്രിവിയൽ അല്ല. ഓക്കെ, ട്രിവിയൽ അല്ലെങ്കിൽ പിന്നെ എന്തായേ പറ്റൂ? പിന്നെ ഒരെണ്ണേ ഉള്ളൂ ബാലൻസ് ആയിട്ട്. കാര്യം നമുക്ക് ഓൾറെഡി പ്രോപ്പർ നോൺ ട്രിവിയൽ ഇല്ലെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അതിനർത്ഥം ട്രിവിയൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഈ 2 സബ് ഗ്രൂപ്പ് ആയേ മതിയാകും. ട്രിവിയൽ അല്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് ക്ലിയറാണ്. ഓക്കെ, അങ്ങനെ പിന്നെ എന്തായേ പറ്റൂ? ഇംപ്രോപ്പർ ആയേ പറ്റൂ. ഇംപ്രോപ്പർ എന്ന് വെച്ചാൽ എന്താണ്? ആ ഹോൾ ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റും ഈ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നു അർത്ഥം. ഓക്കെ, ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റിനെയും ഈ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ജനറേറ്റർ ആണെന്ന് അർത്ഥം. ജനറേറ്റർ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായി? സൈക്ലിക്കായി. സോ ജി സൈക്ലിക്. ഇത്രയേ ഉള്ളൂ സംഗതി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ പ്രൂഫാണ്. പറഞ്ഞപ്പം ഇച്ചിരി വിശാലമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്തത് സെൻറ്റർ ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ്? The center Z of G of a group G is the subset of elements in G that commute with every element of G. അതായത് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. സെൻറ്റർ ഓഫ് ജി നമ്മൾ Z ഓഫ് ജി എന്നാണ് പൊതുവേ റെപ്രസെൻ്റ് ചെയ്യാറ്. ഒരു ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് ഈ ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ് നിങ്ങൾ എടുക്കുന്നു. ഞാനിപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, ആ എലമെൻറ്റ് ഈ ഗ്രൂപ്പിൻ്റെ സെൻറ്ററിലുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൻറ്ററിലെ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റും, ഓക്കെ, ഒരെണ്ണം പോലും ഒഴിവാക്കാൻ പാടില്ല, ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഗ്രൂപ്പിൽ ഒരു എലമെൻറ്റ് ഞാൻ എടുക്കുന്നു, ആ എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ എലമെൻറ്റ് മസ്റ്റായിട്ടും സെൻറ്ററിലുണ്ട്. ഓക്കെ, ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു, ആ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഒരു എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഏതൊക്കെ എലമെൻറ്റുകൾ ഉണ്ടോ അവയുടെ എല്ലാം കളക്ഷൻ, അതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ എ എന്ന് പറയുന്നത് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ എ ഇവിടുത്തെ എലമെൻ്റാണ്, സെൻറ്റർ ഓഫ് ജി എലമെൻ്റാണ്.
ഇനി ബി എന്ന് പറയുന്ന മറ്റൊരു എലമെൻ്റ് എടുക്കുന്നു, ആ എലമെൻറ്റും ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. അത് ബിയും എവിടുത്തെ എലമെൻ്റാണ്? സെൻറ്റർ ഓഫ് ജിയുടെ എലമെൻ്റാണ്. ഇതാണ് സെൻറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് ഇൻ സിമ്പിൾസ് ഈ സെറ്റ് ഓഫ് ജി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ജി. ആ ഗ്രൂപ്പിലെ എലമെൻ്റാണ് എ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കളക്ഷൻ, അതാണ് സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത്. എന്താണ് ആ എലമെൻ്റ് പ്രത്യേകത? അത് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അത് എ എന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും അവയുമായിട്ടെല്ലാം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അത് എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എ ആണ്. അങ്ങനെയുള്ള എകളുടെ കളക്ഷൻ അതാണ് ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് മസ്റ്റായിട്ടും ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് എക്സാമിനേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, പ്രൂവ് ദാറ്റ് ദ സബ്സെറ്റ് എച്ച് ജി. ഓക്കെ, ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നതിന് പകരം ആണെങ്കിൽ ഇങ്ങനെ നൊട്ടേഷൻ തരാം, എച്ച് ജി എന്ന് തരാം, വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എക്സ് ജി ഈക്വൽ ടു ജി എക്സ് ഫോർ എവരി ജി ബിലോങ്സ് ടു ജി. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്, ഗ്രൂപ്പിലെ എലമെൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എക്സുകളുടെ കളക്ഷനാണ് എച്ച് ജി എന്ന് പറയുന്നത്. എന്താണ് ആ എക്സിൻ്റെ പ്രത്യേകത? ആ എക്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതിനാണ് ജി എന്ന് വിളിച്ചിരിക്കുന്നത്, ഫോർ എവരി ജി ബിലോങ്സ് ടു ജി. ഓക്കെ, ഇത് എന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് ഡെഫിനേഷൻ പ്രകാരം ഈ സാധനം എന്താണ്? സെൻറ്റർ ആണ്. തൊട്ടുമ്പത്തെ ഡെഫിനേഷൻ തന്നെ ഈ തന്നിരിക്കുന്നത്, എച്ച് ജി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, അവരെ ഇങ്ങനെയും ചോദിക്കാം. രണ്ടും സെൻറ്റർ ഓഫ് എ ഗ്രൂപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അന്നേരം ഞാൻ ആ ഇട്ടിരുന്ന വീഡിയോക്കകത്ത് സെൻറ്റർ ഓഫ് ജിയുടെ ഡെഫിനേഷൻ പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ നിങ്ങൾ നോക്കണ്ട, ഈ ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ലെറ്റ് എസ് ബി എനി സബ്സെറ്റ് ഓഫ് എ ഗ്രൂപ്പ് ജി ഷോ ദാറ്റ് എച്ച് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എക്സ് എസ് ഇസ് ഈക്വൽ ടു എസ് എക്സ് ഫോർ എവരി എസ് ബിലോങ്സ് ടു ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, എസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സബ്സെറ്റാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എച്ച് എസിലെ എലമെൻറ്റ് ശ്രദ്ധിച്ചോണം, ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ കളക്ഷനാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ കളക്ഷനാണ് എച്ച് എസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിലെ എത്തരത്തിലുള്ള എലമെൻറ്റാണ് എച്ച് എസിനകത്ത് വരുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ഗ്രൂപ്പിലുള്ള എല്ലാ എക്സും ഇല്ല, ഗ്രൂപ്പിലുള്ള ചില എക്സുകൾ മാത്രം. എന്താ എക്സിൻ്റെ പ്രത്യേകത? ഈ എസ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിനകത്തുള്ളൊരു സബ്സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സബ്സെറ്റിനകത്തും കുറേ എലമെൻറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഈ സബ്സെറ്റിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റുകളുടെ കളക്ഷൻ. ഓക്കെ, ഈ സബ്സെറ്റിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റുകളുടെ കളക്ഷൻ, അതാണ് എച്ച് എസ് എന്ന് പറയുന്നത്. തൊട്ടുമുമ്പ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള തന്നെ മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. കുറച്ചുകൂടി വിശാലമായിരുന്നു. ഇവിടെ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ട, ഇതിനകത്തൊരു സബ്സെറ്റ് ഉണ്ട്. ആ സബ്സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റുകളുടെ കളക്ഷൻ, അതാണ് എച്ച് എസ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ, എങ്ങനെ തെളിയിക്കാം നോക്കാം. അതിനാദ്യം നമുക്ക് തന്നിരിക്കുന്ന എച്ച് എസ് ഡെഫിനേഷൻ പ്രകാരം എച്ച് എസ് ചെയ്താണ്. നമുക്ക് ആ എച്ച് എസ് സബ് ഗ്രൂപ്പും തെളിയിക്കണം. സബ് ഗ്രൂപ്പും തെളിയിക്കാൻ വിവിധ തരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഞാനിവിടെ 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. 2 സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എച്ച് എസിൽ നിന്നും 2 എലമെൻ്റ് എടുക്കുന്നു, എ കോമ ബി എന്ന് പറയുന്ന 2 എലമെൻ്റ് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എ ബി എന്ന് പറയുന്നതും എച്ച് എസിലുണ്ട് എന്ന് തെളിയിക്കണം. രണ്ടാമത്തത് ഏതൊരു എ എന്ന് പറയുന്ന എലമെൻറ്റ് എച്ച് എസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് ഉണ്ട്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് തെളിയിക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് അനുസരിച്ച് ഇതെന്താണ്, ഈ എച്ച് എസ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാണെന്ന് പറയാം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി. അതിന് 2 എലമെൻറ്റ് എച്ച് എസിൽ നിന്ന് എടുക്കുന്നു, എക്സ് വൈ എന്ന് പറയുന്ന 2 എലമെൻറ്റ് എടുക്കുന്നു. ഡെഫിനേഷൻ പ്രകാരം എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എച്ച് എസിൽ ഉണ്ടെങ്കിൽ എക്സ് എസും എസ് എക്സും തുല്യമായിരിക്കും. അതെ, എക്സ് എച്ച് എസിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ എക്സ് എസും എച്ച് എസും എക്സ് എസും എസ് എക്സും തുല്യമായിരിക്കും ഫോർ എവരി എസ് ബിലോങ്സ് ടു എസ്. ഓക്കെ, ഇനി 2 എലമെൻ്റ് ആണല്ലോ ക്ലോഷർ പ്രോപ്പർട്ടിക്ക് വേണ്ടത്. മറ്റൊരു എലമെൻറ്റ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുന്നു. അപ്പോൾ വൈ എന്ന് പറയുന്ന എലമെൻറ്റ് എച്ച് എസിൽ ഉണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ഇപ്പോൾ എക്സ് പറഞ്ഞ പോലെ എക്സിൻ്റെ പ്ലേസിൽ വൈ ആക്കി കൊടുത്താൽ മതി. അന്നേരം വൈ എസും എസ് വൈയും തുല്യമായിരിക്കും ഫോർ എവരി എസ് ബിലോങ്സ് ടു എസ്. അന്നേരം എക്സും വൈയും എച്ച് എസിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, എന്നാൽ ഇവിടുത്തെ സ്ട്രക്ചർ ശ്രദ്ധിച്ചോണം. എക്സ് എച്ച് എസിലുണ്ടെങ്കിൽ എക്സ് എസ് ഈക്വൽ ടു എസ് എക്സ്.
വൈ എച്ച് എസിലുണ്ടെങ്കിൽ വൈ എസ് ഈക്വൽ ടു എസ് വൈ. നമുക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? അങ്ങനെയെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് പറയുന്നത് എച്ച് എസിലുണ്ടെന്ന് തെളിയിക്കണം. അന്നേരം എക്സ് വൈ എച്ച് എസിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? എക്സ് എച്ച് എസിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എസും, ഓക്കെ ശ്രദ്ധിച്ചോണം, എക്സ് എച്ച് എസിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എസും എസ് ഇൻറ്റു എക്സും തുല്യമാകണം. ഓക്കെ, ബ്രാക്കറ്റ് ഞാൻ വെറുതെ ഇട്ടെന്നേ ഉള്ളത്. അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ ഈ എക്സ് വൈ ആണ് എച്ച് എസിലുണ്ട് എന്ന് തെളിയിക്കേണ്ടതെങ്കിൽ ഈ എക്സിൻ്റെ പ്ലേസിൽ എക്സ് വൈ ആക്കിയാൽ മതി. അതായത് എക്സ് വൈ ഇൻറ്റു എസ് എന്ന് പറയുന്നതും എസ് ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്നതും തുല്യമാണെന്ന് തെളിയിച്ചാണ്. ഓക്കെ, ഇങ്ങനെ കിട്ടിയാൽ മതി. ഇങ്ങനെ കിട്ടിയാലേ എക്സ് വൈ ഇവിടെ ഉണ്ട്, എച്ച് എസിലുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം തെളിയിക്കാൻ പോകുന്നത്. അങ്ങനെ എക്സ് വൈ ഇൻറ്റു എസും എസ് ഇൻറ്റു എക്സ് വൈയും തുല്യമാണെന്ന് തെളിയിക്കാൻ പോകുന്നു. അതിന് എക്സ് വൈ ഇൻറ്റു എസ് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് വൈ ഇൻറ്റു എസ്. ഓക്കെ, ഇതെല്ലാം ഗ്രൂപ്പിൽ എലമെൻറ്റ്സ് ആണ്. ഗ്രൂപ്പിൽ എലമെൻറ്റ്സ് ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, സോറി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയെങ്കിൽ എ ബി ഇൻറ്റു സി നമുക്ക് എ ഇൻറ്റു ബി സി എന്ന് എഴുതാം. ശരിയല്ലേ? എക്സ് ഇൻറ്റു വൈ എസ്. ഓക്കെ, വൈ എസ് എന്ന് വെച്ചാൽ എന്തിന് തുല്യമാണ്? വൈ എസ് എസ് വൈക്ക് തുല്യമാണ്. അതിന് വരെ എസ് വൈ എന്ന് എഴുതാമല്ലോ. വീണ്ടും ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഇതിപ്പോൾ എ ഇൻറ്റു ബി സി എന്നുള്ള ഫോമില. എ ഇൻറ്റു ബി സിയെ എ ബി ഇൻറ്റു സി എന്ന് എഴുതാം. മതി എക്സ് എസ് ഇൻറ്റു വൈ എന്ന് എഴുതാം. ശരിയല്ലേ? എക്സ് എസ് എന്ന് വെച്ചാൽ എന്താണ്? എസ് എക്സിന് തുല്യമാണ്. അത് നമ്മളിലുണ്ട്. നടക്കുന്ന എക്സ് എസ് എന്ന് വെച്ചാൽ എസ് എക്സിന് തുല്യമാണ്. അതിന് വരെ ഞാൻ എസ് എക്സ് എന്ന് കൊടുത്തു. വീണ്ടും ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. എ ബി ഇൻറ്റു സിയെ എ ഇൻറ്റു ബി സി എന്ന് എഴുതി. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ ഇൻറ്റു എസ് എന്ന് പറയുന്നത് എസ് ഇൻറ്റു എക്സ് വൈ എന്ന് കിട്ടി. അതല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. സോ എക്സ് വൈ എവിടുത്തെ മെമ്പറാണ്? എച്ച് എസിലെ മെമ്പറാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ് എടുത്തു. അവയുടെ പ്രോഡക്റ്റായി എക്സ് വൈ എച്ച് എസിലുണ്ടെന്ന് തെളിയിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് തെളിയിച്ചാൽ മതി? എക്സ് വൈ ഇൻറ്റു എസും എസ് ഇൻറ്റു എക്സ് വൈയും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതിയായിരുന്നു. ഫോർ എവരി എസ് ബിലോങ്സ് ടു എസ്. അത് കിട്ടി. സോ എക്സ് വൈ ബിലോങ്സ് ടു എച്ച് എസ് ആണ്. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് തെളിയിക്കണം. ഓക്കെ, ഫോർ എവരി എ ബിലോങ്സ് ടു എച്ച് എസ്. ഏതൊരു എ എച്ച് എസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, അല്ലെങ്കിൽ ഏതൊരു എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എച്ച് എസ്, ഏതൊരു എക്സ് എച്ച് എസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് എച്ച് എസിലുണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എച്ച് എസ്, എച്ച് എസിൽ ഞാൻ എക്സ് എന്ന് പറഞ്ഞ എലമെൻ്റ് എടുക്കുന്നു. എച്ച് എസിലെ മെമ്പറാണ് എക്സ് എങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ് ഇൻറ്റു എസും എസ് ഇൻറ്റു എക്സും തുല്യമായിരിക്കും. ഓക്കെ, നമുക്ക് തെളിയിക്കുന്നത് എക്സ് ഇൻവേഴ്സ് എച്ച് എസിലുണ്ടെന്ന് തെളിയിക്കണം. എക്സ് എച്ച് എസിലുണ്ടായിരിക്കണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അതിൽ എക്സ് ഇൻവേഴ്സ് എച്ച് എസിലുണ്ടായിരിക്കണമെങ്കിൽ ഈ എക്സ് ഇൻവേഴ്സ് വരണം. അത്രയേ ഉള്ളൂ. അതായത് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എസും എസ് ഇൻറ്റു എക്സ് ഇൻവേഴ്സും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ എക്സ് ഇൻവേഴ്സ് എവിടെയുണ്ട്? എച്ച് എസിലെ മെമ്പറാണെന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം തെളിയിക്കാൻ പോകുന്നത്. അന്നേരം ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച് എസ്. എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ എച്ച് എസിൽ നിന്ന് എടുക്കും. അതാണ് ഫ്രം വൺ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് എഴുതാം. ഓക്കെ, ഫ്രം വൺ എന്ന് വെച്ചാൽ അതാണ് എക്സ് ബിലോങ്സ് ടു എച്ച് എസ്. എക്സ് എച്ച് എസിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ എക്സ് എസും എസ് എക്സും തുല്യമായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എച്ച് എസിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ എക്സ് എസും എസ് എക്സും തുല്യമായിരിക്കും. ഫ്രം വൺ ആണ്. വണ്ണിൽ നമ്മൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്തില്ലെന്ന് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെ എക്സ് എസ് ഇസ് ഈക്വൽ ടു എസ് എക്സ് എന്ന് കിട്ടി. ഫോർ എവരി എസ് ബിലോങ്സ് ടു എസ്. നമുക്ക് തെളിയിക്കാനുള്ളത് എക്സ് ഇൻവേഴ്സ് എസ് എന്ന് പറയുന്നതും എസ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് തുല്യമെന്ന് തെളിയിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ എക്സ് ഇൻവേഴ്സ് എവിടുത്തെ മെമ്പറാണ്? എച്ച് എസിലുണ്ട്. അതായത് ഏതൊരു എക്സ് എടുത്താലും എക്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിന് ഇൻവേഴ്സ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കിട്ടിയ കണ്ടീഷൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, രണ്ട് സൈഡിലും റൈറ്റിലായിട്ട് എക്സ് ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെയും ഒരു എക്സ് ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇവിടെയും ഒരു എക്സ് ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് താൻ്റെ ഇവിടെ. ഓക്കെ, റൈറ്റിൽ ഒരു എക്സ് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യും. ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എക്സ് ഇൻവേഴ്സ് എന്ന് വരും. എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്താണ്? ഐഡൻറ്റിറ്റി ഇ. ഓക്കെ, എസ് ഇൻറ്റു ഇ എന്താണ്? എസ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എസ് എന്ന് വന്നു. ഓക്കെ, യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാൻ വീണ്ടും ഒരു ഇൻവേഴ്സ് കൂടെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇവിടെയും ഒരു എക്സ് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യും, ഇവിടെയും ലെഫ്റ്റിൽ ഒരു എക്സ് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ട് എക്സ് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്തു, ഇവിടെ ഒരു എക്സ് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് എന്താണ്? ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഐഡൻറ്റിറ്റി ഇൻറ്റു എസ് എക്സ് ഇൻവേഴ്സ് എന്താണ്? ഐഡൻറ്റിറ്റി ഇൻറ്റു എനി നമ്പർ എന്താണ്? ആ നമ്പറേ കിട്ടും. അത് എസ് എക്സ് ഇൻവേഴ്സ് എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താണ്? എക്സ് ഇൻവേഴ്സ് എസ് എന്ന് കിട്ടി. അതല്ലേ നമുക്ക് കിട്ടാനുള്ളത്. എസ് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്തു? എക്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തു. അതായത് ഏതൊരു എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എച്ച് എസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻവേഴ്സ് ഉണ്ട് എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണ്? സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം.
ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് സെൻട്രലൈസർ ഓഫ് ആൻ എലമെൻറ്റ്. ഒരു ഗ്രൂപ്പിൽ സെൻട്രലൈസർ സെൻട്രലൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ എലമെൻറ്റിനാണ് നമ്മൾ സെൻട്രലൈസർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പിനല്ല, അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു എലമെൻറ്റിനാണ് നമ്മൾ സെൻട്രലൈസർ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലൈസർ എന്നും ചില ടെക്സ്റ്റുകളിൽ കാണാറുണ്ട്. ഓക്കെ, സെൻട്രലൈസർ അല്ലെങ്കിൽ നോർമലൈസർ. ഒരു ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു എലമെൻ്റ് എടുക്കുന്നു, ആ എലമെൻറ്റിനാണ് നമ്മൾ ആ എലമെൻറ്റിൻ്റെ സെൻട്രലൈസർ അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റ് നമുക്ക് സെൻട്രലൈസർ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ ഒരു ഫിക്സഡ് എലമെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ ദ സെൻട്രലൈസർ ഓഫ് എ ഇൻ ജി, ആ എയുടെ സെൻട്രലൈസർ എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ എയുടെ സെൻട്രലൈസറിനെ ഡിനോട്ട് ചെയ്യുന്നത് സി ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ജി ദാറ്റ് കമ്മ്യൂട്ട് വിത്ത് എ. ഓക്കെ, അന്നേരം ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഓക്കെ, അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാകുമല്ലോ, എ ബി സി ഡി, അങ്ങനെ പല എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എയുടെ സെൻട്രലൈസറിനെ നമ്മൾ എ എന്നാണ് സി ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സി ഓഫ് എ എന്ന് വെച്ചാൽ സെൻട്രലൈസർ ഓഫ് എ. എന്താണ് അതിൻ്റെ മീനിങ്? അതായത് ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിൽ ഏതൊക്കെ എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു ആ എലമെൻറ്റുകളുടെ കളക്ഷൻ. ഓക്കെ, എ എന്ന് പറയുന്ന എലമെൻറ്റ്, ആ എലമെൻറ്റ് എല്ലാ എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഇപ്പോൾ എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സിയും ഡിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് വിചാരിക്കും. അങ്ങനെ സി ഓഫ് എ, സെൻട്രലൈസർ ഓഫ് എ എന്ന് പറഞ്ഞാൽ സിയും ഡിയും ആണ്. സിയും ഡിയും. ഓക്കെ, അതായത് എ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റുകൾ സിയും ഡിയും ആണ്. ഓക്കെ, ഇനി സെൻട്രലൈസർ ഓഫ് ബി, സി ഓഫ് ബി കണ്ടുപിടിക്കുന്നു. സി ഓഫ് ബി, ബി എന്ന് പറയുന്നത് ഡിയുമായിട്ട് മാത്രമാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെ സി ഓഫ് ബി എന്ന് വെച്ചാൽ എന്താണ്? ഡി മാത്രമാണ്. അത് ബി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഡിയുമായിട്ട് മാത്രമാണ്. അന്നേരം ഒരു എലമെൻറ്റിൻ്റെ സെൻട്രലൈസർ എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ് ഗ്രൂപ്പിലെ ഏതൊക്കെ എലമെൻറ്റുമായിട്ടാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ എലമെൻറ്റുകളുടെ കളക്ഷൻ. അതാണ് സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾസ് ആണ് എൻ ഓഫ് എ എന്നും അല്ലെങ്കിൽ സി ഓഫ് എ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. സെറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് ജി ബിലോങ്സ് ടു ജി ആൻഡ് എ ജി ഈക്വൽ ടു ജി എ. ഓക്കെ, അത് ഗ്രൂപ്പിലെ ഒരു എലമെൻ്റാണ് ജി എന്ന് പറയുന്നത്. ആ ജി എന്ന് പറയുന്നത് സി ഓഫ് എ പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. സി ഓഫ് എ, അത് എയുടെ സെൻട്രലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജി ഈക്വൽ ടു ജി എ. അതായത് ഗ്രൂപ്പിൽ ഏതൊക്കെ എലമെൻറ്റുമായിട്ടാണോ, അതായത് ഗ്രൂപ്പിലെ എലമെൻ്റാണ് ജി എന്ന് കൊടുത്തിരിക്കുന്നത്, ഗ്രൂപ്പിലെ ഏതൊക്കെ ജി എന്ന് പറയുന്ന എലമെൻറ്റുമായിട്ടാണോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത്തരത്തിലുള്ള ജികളുടെ കളക്ഷൻ. ഓക്കെ, അത് എ എന്ന് പറയുന്ന എലമെൻറ്റ് ഏതൊക്കെ ജിയുമായിട്ടാണോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ ജികളുടെ കളക്ഷനാണ് സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയുന്നത്. ഈ സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്. ഫോർ ഈച്ച് എ ഇൻ എ ഗ്രൂപ്പ് ജി ദ സെൻട്രലൈസർ ഓഫ് എ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, ഇങ്ങനെയും എക്സസൈസിൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബി വൺ ഫിക്സഡ് എലമെൻറ്റ് ഓഫ് ജി. ഷോ ദാറ്റ് എച്ച് എ, അതാ എച്ച് എ എന്നും ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. എച്ച് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എക്സ് എ ഈക്വൽ ടു എ എക്സ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഈ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് എ മീൻസ് എച്ച് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രലൈസർ ഓഫ് എ എന്നാണ് കേട്ടോ. സെൻട്രലൈസർ ഓഫ് എ, അതായത് ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിൽ ഏതൊക്കെ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു ആ എക്സുകളുടെ കളക്ഷൻ, അതാണ് എച്ച് എ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സെൻട്രലൈസർ. ഓക്കെ, സെൻട്രലൈസർ ഓഫ് എ. അതായത് ഇത് സെൻട്രലൈസർ ഓഫ് എ എന്ന് തന്നെയാണ്. അത് സബ് ഗ്രൂപ്പാണെന്ന് തെളിയിക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. അന്നേരം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഏകദേശം ഓക്കെ ആണല്ലോ? കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.